ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 3, 2019 നടന്ന പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് അറിയാൻ സാധിച്ചു. കുറേ പേര് വിളിച്ചിരുന്നു. എല്ലാവർക്കും ചിലർക്കൊക്കെ എക്സാം കുറച്ച് പാടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തായാലും ആൻസർ കീ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്രട്ടറിയുടെയും ക്ലർക്കിൻ്റെ ആൻസർ കീ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സൈറ്റിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ജൂനിയർ ക്ലർക്കിൻ്റെയും കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജൂനിയർ ക്ലർക്കിൻ്റെയും സെക്രട്ടറിയുടെയും റിസൾട്ട് ആൻസർ കീ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാവരും നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. കുറേ പേർക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല, പാടാനെന്നൊക്കെ പറയുന്നു. അപ്പം നിങ്ങളതൊന്നും കണ്ട് പേടിക്കണ്ട. അടുത്ത പരീക്ഷ ഉടനെ വരും. അപ്പം ആ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം പഠിക്കുന്നവരെ നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ മതി. അല്ലാതെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് പാടായിരുന്നു, അതുകൊണ്ട് ഇനി പഠിക്കുന്നില്ല, അങ്ങനെയൊന്നും പറയരുത്. ഒരുപാട് പിള്ളേർക്ക് എളുപ്പമായിരുന്നു, കുറച്ച് പേർക്ക് പാടാണ്. അതുകൊണ്ട് എല്ലാവരും മാർക്ക് നോക്കുക. മാർക്ക് കുറവുള്ളവർ നന്നായിട്ട് വീണ്ടും പഠിക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് കുറവ് സംഭവിച്ചതെന്ന് നോക്കി ആ ഭാഗം പഠിക്കുക. ചിലർക്ക് GK പാടായിരുന്നു പറയുന്നു, ചിലർക്ക് ഇംഗ്ലീഷ് പാടായിരുന്നു പറയുന്നു. അപ്പം പലർക്കും പലതാണ് പാടായിട്ട് പറയുന്നത്. ചിലർ നന്നായിട്ട് എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പാട് ഏത് ഭാഗമാണ് അത് നന്നായിട്ട് പഠിക്കുക. കുറേ കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് എഴുതാൻ സാധിക്കാത്തവർ പേടിക്കേണ്ട. അടുത്ത പരീക്ഷ നന്നായിട്ട് എഴുതുക, പഠിച്ചെഴുതുക. ഇപ്പം പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക. കുറച്ചും കൂടെ സമയമെടുത്ത് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്. അപ്പോൾ ആൻസർ കീ വേണ്ടവർ തൊട്ട് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ജൂനിയർ ക്ലർക്കിൻ്റെയും സെക്രട്ടറിയുടെയും ഒഫീഷ്യൽ ആൻസർ കീ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും അത് വെച്ച് നിങ്ങളെല്ലാം മാർക്ക് നോക്കുക. മാർക്ക് നോക്കുമ്പോൾ ചിലർക്ക് കുറവായിരിക്കാം, ചിലർക്ക് കൂടുതലായിരിക്കാം. കുറവുള്ളവരൊന്നും പേടിക്കേണ്ട. കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പരീക്ഷ ഇതോടെ എടുത്ത് നിർത്തണ്ട. നന്നായിട്ട് പഠിക്കുക, കൂടുതൽ സമയം ചിലവഴിക്കുക. ഏത് ഭാഗത്താണ് മാർക്ക് കുറഞ്ഞത് ആ ഭാഗം നന്നായിട്ട് വർക്ക് ചെയ്യുക. കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഉയർന്ന മാർക്ക് മേടിക്കാൻ പറ്റിയവരൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ പ്രയോജനം എക്സാമിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും നോക്കുക. എല്ലാവരും കുറേ പേര് പറഞ്ഞ വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് ആൻസർ കീ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് സെക്രട്ടറിയുടെയും ക്ലർക്കിൻ്റെയും ആൻസർ കീ പെട്ടെന്ന് അത് വീഡിയോ ചെയ്യാനായിട്ട് പെട്ടെന്ന് വരത്തില്ല. അത്രയും ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ കീ നോക്കേണ്ടതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്യാത്തത്. അത് തൽക്കാലം എല്ലാവരും PDF-ൻ്റെ ആൻസർ കീ വെച്ച് നോക്കുക. പിന്നീട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നന്നായിട്ട് ചാനലിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത്. ഉടനെ തന്നെ നമുക്ക് 2 ആൻസർ കീയും വർക്കൗട്ട് ചെയ്യാം. തൽക്കാലം എല്ലാവരും ഇങ്ങനെ നോക്കുക. ഓക്കെ.